ഭൂരിഭാഗം നെൽപ്പാടങ്ങളിലും കൊയ്ത്തു കഴിഞ്ഞെങ്കിലും കർഷകരുടെ നെല്ല് സപ്ലൈകോ ഏറ്റെടുത്തിട്ടില്ല. ചൊവ്വാഴ്ച മുതൽ സംഭരണം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. സപ്ലൈകോ 1 കിലോ നെല്ലിന് 21.5 രൂപയാണ് നൽകുക. സപ്ലൈകോ സംഭരിക്കാത്തതിനാൽ അവസരം മുതലെടുത്ത് സ്വകാര്യ മില്ലുകൾ 15 രൂപക്കാണ് 1 കിലോ നെല്ല് വാങ്ങുന്നത്. ഈ സാധാരണപ്പെട്ട ചെറുകിട നാമമാത്ര കർഷകർ ഈ നെല്ല് കൊയ്തെടുക്കുന്ന നെല്ല് ഇതെങ്ങനെ അവർ സംഭരിച്ച് സൂക്ഷിക്കും? ഇതിപ്പോൾ സ്വകാര്യ മില്ലുകാർ തുച്ഛം വിലയ്ക്ക് 13, 14, 15 രൂപ കൊടുത്തുകൊണ്ട് ഈ സംഭരണം വൈകുന്നതോടുകൂടി ഈ നെല്ല് മുഴുവനും സ്വകാര്യ മില്ലിലേക്ക് എത്തുകയാണ്. സപ്ലൈകോക്ക് വേണ്ടി നെല്ല് സംഭരിക്കുന്ന മില്ലുടമകൾക്ക് നൽകുന്ന കൈകാര്യ ചെലവുമായി ബന്ധപ്പെട്ട തർക്കമാണ് നെല്ല് സംഭരണം വൈകിപ്പിച്ചത്. കൈകാര്യ ചെലവ് ക്വിന്റലിന് 138 രൂപയുള്ളത് 190 രൂപയാക്കണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. മില്ലുടമകളുടെ ആവശ്യം അംഗീകരിച്ചപ്പോഴും നെല്ലിന്റെ സംഭരണ വില വർദ്ധിപ്പിക്കുകയെന്ന കർഷകരുടെ ആവശ്യം അംഗീകരിച്ചില്ലെന്ന പരാതിയുണ്ട്. മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ചൊവ്വാഴ്ച നെല്ല് സംഭരണം തുടങ്ങും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഒരു ഭാഗത്തും നെല്ല് സംഭരണം തുടങ്ങിയിട്ടില്ല. മില്ലുകാർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. കൃഷിക്കാരൻ്റെ കാര്യത്തിൽ നെല്ലിൻ്റെ വില വർദ്ധിപ്പിക്കുകയോ ഒരു കാര്യം കൃഷിക്കാർ ഒന്നും ചെയ്തിട്ടില്ല. സംഭരണം ആരംഭിച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ പണം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിൽ ലഭ്യമാക്കുമെന്നാണ് സർക്കാരിന്റെ അറിയിപ്പ്. മീഡിയ 1 പാലക്കാട്.